ഇനി അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. താപനിലയും രാസസന്തുലനവും. അപ്പൊ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞു. കോൺസെൻട്രേഷൻ, ഏഷ്യാലിലെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഏതിലൊക്കെ വ്യത്യാസം വരുന്നതെന്നാണ് പഠിച്ചത്. പ്രഷറിലും കോൺസെൻട്രേഷനും ടെമ്പറേച്ചറിലും ഒക്കെ വ്യത്യാസം വരുത്താന്ന് പറഞ്ഞു. അതിൽ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, പ്രഷറും മർദ്ദവും ഗാഢതയും പറഞ്ഞു. ഇനി അടുത്ത് ടെമ്പറേച്ചർ ആൻഡ് ഇക്വിലിബ്രിയം, താപനിലയും ഇക്വിലിബ്രിയവും. അത് ഈ എക്സാമ്പിൾ വെച്ച് തന്നെയാണ്, നൈട്രജന്റെ ഹൈഡ്രജന്റെയും എക്സാമ്പിൾ വെച്ച് തന്നെയാണ് ഈ ടെമ്പറേച്ചറിനും ഇക്വിലിബ്രിയവും തമ്മിലുള്ള ഇൻഫ്ലുവൻസ് പറയുന്നത്. ഇക്വിലിബ്രിയത്തിലെ ടെമ്പറേച്ചറിനുള്ള ഇൻഫ്ലുവൻസ്. ഇവിടെ നോക്കൂ, ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് N2 + 3H2 gives 2NH3 plus heat. കണ്ടോ, അവിടെ നമ്മൾ ഹീറ്റ് കൂടെ എഴുതി. എവിടെയാണ് ഹീറ്റ് എഴുതിയത്? പ്രോഡക്റ്റിന്റെ ഭാഗത്താണ് ഹീറ്റ് എഴുതിയത്. അപ്പോൾ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷനിൽ താപനിലയായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ടെമ്പറേച്ചറുമായി ബന്ധപ്പെടുത്തി നമ്മൾ രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അതായത് ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്തുകൊണ്ടുള്ള റിയാക്ഷനും ഉണ്ട്, ടെമ്പറേച്ചർ ലിബറേറ്റ് ചെയ്തുകൊണ്ടുള്ള റിയാക്ഷനും ഉണ്ട്. അതായത് താപം ആഗിരണം ചെയ്തുള്ള പ്രവർത്തനങ്ങളുണ്ട്, താപം പുറത്തേക്ക് വിട്ടുകൊണ്ടുള്ള രാസപ്രവർത്തനങ്ങൾ നമ്മൾ രണ്ട് രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ എന്തെന്ന് പറയും? എൻഡോതെർമിക് റിയാക്ഷനും ഹീറ്റ് ലിബറേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ എക്സോതെർമിക് റിയാക്ഷൻ എന്നും പറയും. അതായത് താപ ആഗിരണ പ്രവർത്തനവും താപമോചക പ്രവർത്തനവും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളൊരു ഇക്വേഷൻ കണ്ടെങ്ങനെ ഏതാണ് പിന്നെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ രണ്ട് റിയാക്ഷൻ ഉണ്ട്, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും. ഇതിൽ ഏത് ഫോർവേഡ് റിയാക്ഷൻ ആണോ എക്സോതെർമിക് അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ എക്സോതെർമിക് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ മനസ്സിലാക്കി നോക്കിക്കൊണ്ട്. അപ്പൊ നിങ്ങൾ നോക്കാനുള്ളത് ആ ഇക്വേഷന്റെ ഏത് ഭാഗത്താണ് ഹീറ്റ് എഴുതിയിരിക്കുന്നത് നോക്കണം. നോക്കൂ, അതിന്റെ പ്രോഡക്റ്റ് സൈഡിലാണ് ഹീറ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോഴ് പ്രോഡക്റ്റ് സൈഡിൽ ഹീറ്റ് എഴുതിയാൽ ഏത് റിയാക്ഷന്റെ ഫലമായിട്ടാണ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്? അതായത് നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിച്ച് അമോണിയ ഉണ്ടാകുന്ന പ്രവർത്തനത്തിന്റെ ഭാഗത്താണ് ഹീറ്റ്. അതായത് ഫോർവേഡ് റിയാക്ഷൻ, പുരോപ്രവർത്തനത്തിന്റെ റിസൾട്ടായിട്ടാണ് പിന്നെ അവിടെ താപം ഉണ്ടായിരിക്കുന്നത്. സോ നമുക്ക് അങ്ങനെ പറയാം, ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോതെർമിക് എന്ന് പറയാം. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ ആണ് എക്സോതെർമിക്. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ ഏതായിരിക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ വിച്ച് ഈസ് എൻഡോതെർമിക് റിയാക്ഷൻ ഇൻ ദിസ്? ഇവിടെ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. അതായത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലായല്ലോ. ഫോർവേഡ് റിയാക്ഷന്റെ ഭാഗത്ത് ഹീറ്റ് എഴുതിയിരുന്നാൽ, പ്രോഡക്റ്റിന്റെ സൈഡിൽ ഹീറ്റ് എഴുതിയിരുന്നാൽ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്, അങ്ങനെയാണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും എൻഡോതെർമിക്. അപ്പൊ ഇവിടെ എന്താണ് ടെമ്പറേച്ചറിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് നോക്കൂ. ഓൺ ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കൂടുമ്പം ദ സിസ്റ്റം ട്രൈസ് ടു റെഡ്യൂസ് ഇറ്റ് ബൈ ഇൻക്രീസിംഗ് ദ റേറ്റ് ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ. ഇവിടെ താപം കൂടുമ്പോൾ അല്ലെങ്കിൽ ചൂട് കൂടുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? അതായത് എൻഡോതെർമിക് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കും, എന്താണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇൻ ദിസ് റിയാക്ഷൻ there is high temperature is applied, താപനില കൂട്ടുകയാണ്. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓൺ ദ ഫോർവേഡ് ഓർ ബാക്ക്വേർഡ് റിയാക്ഷൻ? ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ടാകുന്ന മാറ്റം എന്താണ്? വാട്ട് ഹാപ്പൻസ്? എന്താണ് സംഭവിക്കുന്നത്? അതായത് ഹൈ ടെമ്പറേച്ചർ കൊടുത്താൽ എവിടെയായിരിക്കും? പ്രോഡക്റ്റ് സൈഡിലായിരിക്കും താപം കൂടുന്നത് അല്ലേ? അപ്പം പ്രോഡക്റ്റ് സൈഡിൽ ചൂട് കൂടിയാൽ എന്ത് സംഭവിക്കും? ഉണ്ടായ അമോണിയ ഡീകമ്പോസ് ചെയ്തു പോകും. അപ്പോൾ അമോണിയ ഡീകമ്പോസ് ചെയ്ത് വീണ്ടും എന്തോന്നായി മാറും? നൈട്രജൻ ഹൈഡ്രജനുമായി മാറുന്ന പ്രവർത്തനം എന്തായിരിക്കും? ബാക്ക്വേർഡ് റിയാക്ഷനിലെ ഇവിടെ പ്രോഡക്റ്റ് റിയാക്റ്റൻ്റായി മാറുന്ന പ്രവർത്തനം. അപ്പം ടെമ്പറേച്ചർ ഹൈ ആകുമ്പം ബാക്ക്വേർഡ് റിയാക്ഷനാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് എഴുതണം. അപ്പം അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. വെൻ ഹൈ ടെമ്പറേച്ചർ ഹൈ ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ദ ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഫോർവേഡ് റിയാക്ഷൻ ഡിക്രീസസ്, ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് എന്ന് എഴുതണം. അതാണ് ഇവിടെ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്കും ബാക്ക്വേർഡ് റിയാക്ഷനാണ് ഇവിടെ എൻഡോതെർമിക്കും. As a result, the product ammonia decomposes to form nitrogen and hydrogen. But at high temperature, the product ammonia decomposes to form nitrogen and hydrogen. ഉണ്ടാകുന്ന അമോണിയ നൈട്രജൻ ഹൈഡ്രജനായി വിഘടിച്ചു പോകും. Hence, according to Le Chatelier principle, for the formation of a larger amount of ammonia, the temperature has to be reduced. അതുകൊണ്ട്
ഒരുപാട് അമോണിയ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലായിട്ട് അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അവിടെ താപം കുറയ്ക്കണമെന്നാണ് പറയുന്നത്. ഹൈ ടെമ്പറേച്ചർ പാടില്ല. എന്നാൽ അറ്റ് ലോ ടെമ്പറേച്ചർ, എന്നാൽ വളരെ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ, ഒരുപാട് താപം കുറയ്ക്കുകയാണെങ്കിൽ the number of molecules having threshold energy will be less. Therefore the rate of forward and backward reaction get very much reduced. ഒരുപാട് ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ സ്ലോ ആവും അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ അത് സിസ്റ്റം വിൽ റെഡ്യൂസ്. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഇക്വിലിബ്രിയം ആവാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും. ദ സിസ്റ്റം ടേക്ക് മോർ ടൈം ടു അറ്റൈൻ ഇക്വിലിബ്രിയത്തിലെത്താൻ ഒരുപാട് സമയമെടുക്കും. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? വളരെ കുറയ്ക്കാനും പാടില്ല. പിന്നെ എന്താണ്, ദ മാനുഫാക്ചർ ഓഫ് അമോണിയ ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചർ വേണം അവിടെ ഉപയോഗിക്കേണ്ടത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 450 ഡിഗ്രി സെൽഷ്യസ്, 450 ഡിഗ്രി സെൽഷ്യസ് താപനിലയെ പാടുള്ളൂ. നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന പ്രവർത്തനത്തിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഓപ്റ്റിമം, അനുയോജ്യമായ താപനില. ഹൈ ടെമ്പറേച്ചർ ആവാൻ പാടില്ല, വെരി ലോ ടെമ്പറേച്ചർ ആവാൻ പാടില്ല, ഒരു മീഡിയം ടെമ്പറേച്ചർ. അതായത് 450 ഡിഗ്രി സെൽഷ്യസിലാണ് കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. അതാണ് അവിടെ സൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. ഇനി ഒരു ഫാക്ടറും കൂടെ ഉണ്ട്. അതായത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഉൽപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസും ചോദിക്കാവുന്നതാണ് പരീക്ഷയ്ക്ക്. അതായത് ഒരു ഇക്വിലിബ്രിയമായിരിക്കുന്ന സിസ്റ്റത്തിൽ കാറ്റലിസ്റ്റ് ഇട്ടാൽ എന്തെങ്കിലും ഉപയോഗമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, എന്താണ് അതിൻ്റെ ഇൻഫ്ലുവൻസ്? നമ്മൾ കാറ്റലിസ്റ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന കെമിക്കൽസ് ടു ആൾട്ടർ ദ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഗതിയിൽ വ്യത്യാസം വരുത്താൻ കഴിയുന്ന കാറ്റലിസ്റ്റുകൾ. കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുകയും ചെയ്യും, കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കുറയ്ക്കുകയും ചെയ്യും. കൂട്ടുന്നവരെ നമ്മൾ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്നും സ്പീഡ് കുറയ്ക്കുന്നവരെ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ ദർ ആർ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ്. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ 2 സ്റ്റേജസ് ഉണ്ടല്ലേ? ഫോർവേഡ് പുരോപ്രവർത്തനമുണ്ട്, പശ്ചാത്തലപ്രവർത്തനം. എങ്കിൽ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ട്. കാറ്റലിസ്റ്റ് കനോട്ട് ഇൻക്രീസ് ദ റേറ്റ് ഓൺലി വൺ എമംഗ് ദം. അതായത് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പൊതുവായിട്ട് നമ്മളൊരു കെമിക്കൽ റിയാക്ഷനിൽ ചേർക്കുന്ന ഒരു കെമിക്കലാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകമായിട്ട് ഫോർവേഡ് റിയാക്ഷനോ ബാക്ക്വേർഡ് റിയാക്ഷനോ പ്രത്യേകം ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനുള്ള കഴിവില്ല. അത് ആ കെമിക്കൽ റിയാക്ഷൻ ഫുള്ളായിട്ട് കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന കെമിക്കൽസാണ്. അതുകൊണ്ട് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് കാറ്റലിസ്റ്റ് ഇൻ റിവേഴ്സിബിൾ റിയാക്ഷൻ? അപ്പോൾ എന്തായിരിക്കും കാറ്റലിസ്റ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? കാറ്റലിസ്റ്റ് ചെയ്യാവുന്നതെന്ന് പറയുന്നത് ഇൻക്രീസ് ദ റേറ്റ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ അറ്റ് ദ സെയിം എക്സ്റ്റെൻറ്റ്. അത് ഒരേ വേഗതയിൽ ഫോർവേഡ് റിയാക്ഷനെയും ബാക്ക്വേർഡ് റിയാക്ഷനെയും കൂട്ടാനുള്ള കഴിവുണ്ട് കാറ്റലിസ്റ്റിന്. ആസ് എ റിസൾട്ട് സിസ്റ്റം റീച്ചസ് ഇക്വിലിബ്രിയം അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും പെട്ടെന്ന് തുല്യമാകും. എന്നിട്ട് സിസ്റ്റം ഇക്വിലിബ്രിയം സ്പീഡിൽ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഇക്വിലിബ്രിയത്തിൽ എത്തുകയും ചെയ്യും. Once equilibrium has been reached, the rate of chemical reaction can be controlled by altering other factors. ഇക്വിലിബ്രിയം ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാറ്റലിസ്റ്റ് ഇട്ടിട്ട് പ്രയോജനമില്ല. അതായത് ഒരു രാസപ്രവർത്തനം തുടങ്ങുമ്പോഴാണ് നമ്മൾ കാറ്റലിസ്റ്റ് ചേർക്കാനുള്ളത്. ആ ഉൽപ്രേരകം ചേർത്ത് കഴിഞ്ഞാൽ പുരോപ്രവർത്തന വേഗതയും പശ്ചാപ്രവർത്തന വേഗതയും ഒരേപോലെ കൂടുകയും ആ വ്യൂഹം പെട്ടെന്ന് സന്തുലനാവസ്ഥയിലെത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ when catalyst is added, both the forward and backward reaction increases the same extent. ഒരേ വേഗതയിൽ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും കൂടുകയും the system attain equilibrium at very fast. അതായത് സിസ്റ്റം വളരെ വേഗത്തിൽ സന്തുലനാവസ്ഥയിലെത്തുകയും ചെയ്യും. അതാണ് കാറ്റലിസ്റ്റിനുള്ള ഇൻഫ്ലുവൻസ്. ഒരു ഇക്വിലിബ്രിയത്തിൽ കാറ്റലിസ്റ്റിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഇക്വിലിബ്രിയം ആയി കഴിഞ്ഞിട്ട് പിന്നെ ഉൽപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അമോണിയയെ പറ്റിയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇൻഫ്ലുവൻസും പല ഫാക്ടേഴ്സും അതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനുള്ള ഇൻഫ്ലുവൻസും ഒക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്.
അടുത്ത നോൺ മെറ്റാലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. അതിനെ പറ്റിയാണ് ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. സൾഫ്യൂരിക് ആസിഡ് കെമിക്കൽ ഫോമിലേക്ക് എല്ലാവർക്കും അറിയാലോ, H2SO4. അപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ എങ്ങനെയാണ് ഈ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ യൂസസ് എന്നൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നോക്കൂ, സൾഫ്യൂരിക് ആസിഡിൻ്റെ കുറച്ച് യൂസസ്. അതായത് ഈ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാനും സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, പിന്നെ റിഫൈനിങ് ഓഫ് പെട്രോളിയം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നു. മാനുഫാക്ചർ ഓഫ് പെയിൻറ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഫൈബേഴ്സ്, നാരുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. മാനുഫാക്ചർ ഓഫ് എക്സ്പ്ലോസീവ്, സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. മാനുഫാക്ചർ ഓഫ് അതർ കെമിക്കൽസ്, മറ്റ് രാസവസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഫോർ ഡീഹൈഡ്രേഷൻ, ഒരു നിർജ്ജലീകാരകമായിട്ട് ഉപയോഗിക്കുന്നു. അതിനെപ്പറ്റി നമ്മൾ പറയും. അപ്പം അത് നോക്കി വയ്ക്കണം. സൾഫ്യൂരിക് ആസിഡിൻ്റെ കുറേ യൂസസ്. എന്താണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ കുറേ യൂസസ് എന്ന് പറയുന്നത്? അപ്പം ഓരോ 3-4 പോയിന്റ് ഓർമ്മിച്ച് വയ്ക്കുക. എളുപ്പമുള്ള പോയിന്റ് ഇതൊക്കെയാണ്. ഫെർട്ടിലൈസേഴ്സിൻ്റെ നിർമ്മാണം, ഫോർ മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, റിഫൈനിങ് ഓഫ് പെട്രോളിയം ശുദ്ധീകരണം, പിന്നെ മാനുഫാക്ചർ ഓഫ് പെയിൻറ് നിർമ്മാണം, മാനുഫാക്ചർ ഓഫ് ഫൈബേഴ്സ്, നാരുകളുടെ നിർമ്മാണം, മാനുഫാക്ചർ ഓഫ് എക്സ്പ്ലോസീവ്, സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം, ഫോർ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണത്തിന് ഉപയോഗിക്കുന്നു. മാനുഫാക്ചർ ഓഫ് അതർ കെമിക്കൽസ്. അപ്പോൾ ഏതെങ്കിലും 2-3 പോയിന്റ് പഠിച്ചു വച്ചേക്കുക. ഇനി എന്താണ് അതിനെങ്ങനെയാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിനാണ്? അപ്പം ഇത്രയും യൂസസ് ഉള്ളത് കൊണ്ട് തന്നെ അത് വ്യാവസായികമായി ഒരുപാട് ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡ് ഇൻഡസ്ട്രിയലായി പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പം നമ്മൾ അമോണിയം പ്രിപ്പയർ ചെയ്തതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് ആ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഒരു പേരുണ്ട്. അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ നമ്മൾ ഹേബർ പ്രോസസ്സ് എന്ന് പറഞ്ഞതുപോലെ സൾഫ്യൂരിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന് കോണ്ടാക്ട് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. സമ്പർക്ക പ്രക്രിയ എന്ന് പറയും, കോണ്ടാക്ട് പ്രോസസ്സ്. അപ്പോൾ എന്താണ് കോണ്ടാക്ട് പ്രോസസ്സ് എന്നതിനെ പറ്റിയാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ കോണ്ടാക്ട് പ്രോസസ്സ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ, അതായത് സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് സമ്പർക്ക പ്രക്രിയ എന്ന് പറയുന്നത്. ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് നോൺ ആസ് കോണ്ടാക്ട് പ്രോസസ്സ്. എന്താണ് ഫസ്റ്റ് സ്റ്റേജ്? കോണ്ടാക്ട് പ്രോസസ്സിന്റെ ആദ്യഘട്ടം. അതായത് സൾഫർ ഈസ് ബേൺഡ് ഇൻ ഓക്സിജൻ ടു പ്രൊഡ്യൂസ് സൾഫർ ഡയോക്സൈഡ്. സൾഫറിനെ വായുവിൽ കത്തിക്കും. വായുവിൽ കത്തിക്കുക എന്ന് പറഞ്ഞാൽ വായുവിൽ ഓക്സിജനുമായി പ്രവർത്തിപ്പിച്ച് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകും. അപ്പോൾ സൾഫറും ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ സൾഫർ ഡയോക്സൈഡ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ, സൾഫറിന്റെ സിമ്പൽ എന്താണ്? എസ്. ഓക്സിജൻ O2, S+O2 gives SO2. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. S+O2 gives SO2. ഇനി ഈ SO2-നെ SO2 formed is allowed to combine with oxygen in the presence of vanadium pentoxide, a catalyst, to produce sulfur dioxide. ഈ സൾഫർ ഡയോക്സൈഡിനെ കൂടുതൽ ഓക്സിജനുമായിട്ട് പ്രവർത്തിപ്പിക്കും. എങ്ങനെയാണ്? ഒരു കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ. ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് വനേഡിയം പെന്റോക്സൈഡ് ആണ്. സൾഫ്യൂരിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം കാറ്റലിസ്റ്റ് വനേഡിയം പെന്റോക്സൈഡ്. അതിന്റെ കെമിക്കൽ ഫോമിലായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന V2O5. V2O5 എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് കോമ്പൗണ്ടാണ്? വനേഡിയം പെന്റോക്സൈഡ്. അത് ഏതിലാണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡിന്റെ വ്യവസായ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റിന്റെ പേരാണ് വനേഡിയം പെന്റോക്സൈഡ്. അപ്പോൾ ഈ സൾഫർ ഡയോക്സൈഡ് വനേഡിയം പെന്റോക്സൈഡിന്റെ സാന്നിധ്യത്തിൽ 450 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലും പ്രവർത്തിപ്പിക്കും. അതായത് 450 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ അമോണിയയുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിച്ച അതേ ടെമ്പറേച്ചർ തന്നെയാണ്. അവിടെ ഉപയോഗിച്ച കാറ്റലിസ്റ്റ് ഏതാണ്? സ്പോഞ്ചി അയൺ. ഇവിടെ അമോണിയ ഉൽപ്പാദനത്തിന് സ്പോഞ്ചി അയൺ, സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിൽ വനേഡിയം പെന്റോക്സൈഡ്. അങ്ങനെ സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായി പ്രവർത്തിച്ച് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകും. അപ്പോൾ SO2 ട്രൈ എന്ന് പറയുമ്പോൾ 3 അല്ലേ ഓക്സിജൻ, അപ്പോൾ SO3 എഴുതണം. അപ്പോൾ 2SO2 + O2 ഗീവ്സ്, ആരോ മാർക്കിന്റെ മോഡല് V2O5 കാറ്റലിസ്റ്റ്, ആരോ മാർക്കിന്റെ താഴെ
450 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഇറ്റ് ഇസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്ന് കൂടെ ഓർമ്മിച്ചു കൊള്ളാം. രണ്ട് സൈഡിലോട്ടും ആരോ മാർക്ക് ഇടണം. അപ്പോൾ SO2 + O2 gives 2SO3. അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ആദ്യം സൾഫർ ഓക്സിജനുമായി പ്രവർത്തിച്ച് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാക്കി. ഈ സൾഫർ ഡയോക്സൈഡ് കൂടുതൽ ഓക്സിജനുമായി വനേഡിയം പെന്റോക്സൈഡിന്റെ സാന്നിധ്യത്തിലും 450 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലും പ്രവർത്തിപ്പിച്ചപ്പോൾ സൾഫർ ട്രയോക്സൈഡ് ഉണ്ടായി. അതാണ് 2SO3. ഈ സൾഫർ ട്രയോക്സൈഡ് ഈസ് നൗ ഡിസോൾവ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഇങ്ങനെ ഉണ്ടാകുന്ന സൾഫർ ട്രയോക്സൈഡിനെ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിക്കും. SO3 + H2SO4 സൾഫർ ട്രയോക്സൈഡ് സൾഫ്യൂരിക് ആസിഡിൽ പ്രവർത്തിച്ച് ഒരു സബ്സ്റ്റൻസ് ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് ഒലിയം എന്ന് വിളിക്കും. ഒലിയത്തിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ H2S2O7 ആണ്. SO3 + H2SO4 gives H2S2O7 is known as ഒലിയം എന്ന് പറയും. ഒലിയം. അപ്പോൾ സൾഫർ ട്രയോക്സൈഡിനെ വീണ്ടും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിച്ച് ഒലിയം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒലിയം. വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ഒലിയം? അതിന്റെ രാസസൂത്രം എന്താണ്? H2S2O7. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഒലിയം പിന്നെ സൾഫ്യൂരിക് ആസിഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസോൾവിങ് ഒലിയം ഇൻ വാട്ടർ. ഈ ഒലിയത്തെ വീണ്ടും വെള്ളത്തിൽ ലയിപ്പിക്കും. വെള്ളത്തിൽ ലയിപ്പിച്ച് ആണ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത്. അതായത് നമുക്ക് അതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയും കുറയ്ക്കുക, കൂടുതൽ വാട്ടർ ചേർത്ത കോൺസെൻട്രേഷൻ കുറയ്ക്കുക. അങ്ങനെ നമുക്ക് അനുയോജ്യമായ രീതിയിൽ വാട്ടർ ആഡ് ചെയ്താണ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 സ്റ്റേറ്റ്സ് മനസ്സിലായല്ലോ. ആദ്യം ആ 4 ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. സൾഫർ ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന ഇക്വേഷൻ S + O2 gives SO2. അത് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഉണ്ടാകുന്ന സൾഫർ ഓക്സിജനുമായി ചേർന്ന് സൾഫർ ഡയോക്സൈഡ്. രണ്ടാമത്തെ ഇക്വേഷൻ ഈ സൾഫർ ഡയോക്സൈഡിനെ എന്ത് ചെയ്യും? അപ്പൊ SO2 + O2 വീണ്ടും ഓക്സിജനുമായി പ്രവർത്തിപ്പിക്കും. അപ്പൊ +O2. അതിന്റെ കണ്ടീഷൻ എന്താണ്? V2O5 കാറ്റലിസ്റ്റും 450 ഡിഗ്രി C ടെമ്പറേച്ചർ. വനേഡിയം പെന്റോക്സൈഡ് കാറ്റലിസ്റ്റും 550 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലും പ്രവർത്തിപ്പിക്കുമ്പോൾ 2SO3 കിട്ടും. സൾഫർ ട്രയോക്സൈഡ് കിട്ടും. ഈ സൾഫർ ട്രയോക്സൈഡിനെ വീണ്ടും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കും. അപ്പോൾ ആ ഇക്വേഷൻ എഴുതണം. SO3 + H2SO4 gives. അപ്പോഴൊരു പുതിയ സബ്സ്റ്റൻസ് ആണ് കിട്ടുന്നത്. എന്താണ്? ഒലിയം. അതിന്റെ കെമിക്കൽ ഫോർമുല H2S2O7. ഈ ഒലിയത്തിൽ പിന്നെ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് കിട്ടും. അപ്പോൾ വീണ്ടും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒലിയം എടുത്ത് എഴുതണം. H2S2O7 + H2O gives H2SO4. അത് ബാലൻസ് ചെയ്താണ് 2H2SO4. ഇങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത്. ഇനി നോക്കൂ, സൾഫ്യൂരിക് ആസിഡ് ഈസ് ഫോംഡ് ആൾസോ ബൈ ദ ഡയറക്റ്റ് ഡിസൊല്യൂഷൻ ഓഫ് sulfur trioxide in water. Still sulfur trioxide is not directly dissolved in water. Why? ഇപ്പോൾ നമുക്കിപ്പോൾ ഇത് ഇത്രയും ചെയ്യണമെന്നില്ല. ആദ്യം സൾഫർ ഡയോക്സൈഡ് ഓക്സിജനെ കമ്പൈൻ ചെയ്യിപ്പിച്ച് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാക്കിയില്ല. ആ സൾഫർ ട്രയോക്സൈഡിനെ നേരിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചാൽ എന്തുണ്ടാക്കാമെന്നാണ് പറയുന്നത്? സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? സൾഫർ ട്രയോക്സൈഡിനെ നേരിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ച് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നതിന്റെ കാരണം എന്ത്? അതായത് ദ ഡിസൊല്യൂഷൻ ഓഫ് സൾഫർ ട്രയോക്സൈഡ് ഇൻ വാട്ടർ ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. അതായത് സൾഫർ ട്രയോക്സൈഡ് ജലത്തിൽ ലയിക്കുന്നതെന്ന് പറയുന്നത് ഒരു താപമോചക പ്രവർത്തനമാണ്. ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇറ്റ് മേ ടേൺ സൾഫ്യൂരിക് ആസിഡ് ഇനിഷ്യലി ഫോംഡ് ഇൻ ടു ഫൈൻ ഫോഗ് ലൈക്ക് പാർട്ടിക്കിൾസ് വിച്ച് വിൽ ഹിൻഡർ ഫർദർ ഡിസൊല്യൂഷൻ. സൾഫർ ട്രയോക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ ആദ്യം സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും. അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് ഒരുപാട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. അവിടെ ചൂട് ഒരുപാട് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടായ സൾഫ്യൂരിക് ആസിഡ് എന്തായി മാറും? ഇറ്റ് ഫോംഡ് ഇൻടു ഫൈൻ ഫോഗ് ലൈക്ക് പാർട്ടിക്കിൾസ്. അവിടെ പുകയായിട്ട് മാറും. അല്ലെങ്കിൽ അത് വീണ്ടും ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിട്ട് മാറും. വിച്ച് വിൽ ഹിൻഡർ ഫർദർ ഡിസൊല്യൂഷൻ. പിന്നെ തുടർന്ന് അങ്ങോട്ടുള്ള ലയനത്തെ അങ്ങോട്ട് സൾഫർ ട്രയോക്സൈഡ് വെള്ളത്തിൽ ലയിക്കില്ല, അതിനെ തടസ്സപ്പെടുത്തും. ഇറ്റ് ഹിൻഡർ ഫർദർ ഡിസൊല്യൂഷൻ. തുടർന്ന് അങ്ങോട്ടുള്ള ലയനത്തെ തടസ്സപ്പെടുത്തും. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം, സൾഫർ ട്രയോക്സൈഡ് വാട്ടറിൽ ലയിപ്പിച്ച് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാൻ, എന്നാൽ അങ്ങനെ ചെയ്യുന്നില്ല. വായ്? എന്താണ് കാരണം എന്ന് വെച്ചാൽ എന്തെന്ന് പറയും? ദ ഡിസൊല്യൂഷൻ ഓഫ് സൾഫർ ട്രയോക്സൈഡ് ഇൻ വാട്ടർ ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. സൾഫർ ട്രയോക്സൈഡ് ജലത്തിൽ ലയിക്കുക എന്ന് പറയുന്നത് ഒരു താപമോചക പ്രവർത്തനമാണ്. അതായത് ഇറ്റ് മേ ടേൺ സൾഫ്യൂരിക് ആസിഡ് ഇനിഷ്യലി ഫോംഡ് ഇൻടു ഫൈൻ ഫോഗ്. തുടക്കത്തിലുണ്ടാകുന്ന സൾഫ്യൂരിക് ആസിഡ്
അത് പിന്നെ ഒരു പുക പടലമായി മാറുകയും വിച്ച് വിൽ ഹിൻഡേഴ്സ് ദ ഫർദർ ഡെസൊല്യൂഷൻ, തുടർന്നുള്ള ലയനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സൾഫർ ഡയോക്സൈഡ് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നേരിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ച് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാത്തത്. ഇനി അടുത്ത് നോക്കൂ, നമ്മൾ ആ റിയാക്ഷൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് കോണ്ടാക്ട് പ്രോസസ്സിൻ്റെ ഒരു ഫ്ലോ ചാർട്ട്. ആദ്യം സൾഫർ നേരിട്ട് ഓക്സിജനുമായി പ്രവർത്തിച്ച് ആ ബോക്സിൽ സൾഫർ ഡയോക്സൈഡ്. പിന്നെ അടുത്ത ആരോയിൽ ചിലപ്പോൾ നമുക്ക് എക്സാമിന് ഇതുപോലെ ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കും. എവിടെയെങ്കിലും നിങ്ങൾക്ക് ബ്ലാങ്ക് ബോക്സൊക്കെ ഇതുപോലെ ഇട്ടിട്ട് ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കും. സൾഫർ ഓക്സിജനുമായി ചേർന്ന് SO2 ഉണ്ടാവും. SO2 വീണ്ടും ഓക്സിജനുമായിട്ട് ചേർന്ന് എന്താണ് ഉണ്ടാകുന്നത്? SO3 അല്ലേ? SO3 450°C താപനിലയിലും V2O5ൻ്റെ കാറ്റലിസ്റ്റിൻ്റെ സാന്നിധ്യത്തിലും SO3 ആണ് ഉണ്ടാകുന്നത്. SO3 വീണ്ടും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിക്കുമ്പോൾ ഒലിയും H2S2O7. H2S2O7ൽ പിന്നെ എന്ത് ചെയ്യണം? വാട്ടർ ആഡ് ചെയ്യുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. അപ്പോൾ Bയിൽ വാട്ടറാണ്, മറ്റിടത്ത് SO3, Aയിൽ SO3 ആണ്. ആ ബോക്സ് ഫില്ല് ചെയ്യുക. ഇനി എന്താണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഭൗതിക ഗുണങ്ങൾ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തെന്നാണ്? സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് കളർലെസ് ആയിട്ടുള്ള ഒരു ആസിഡാണ്, നിറമില്ലാത്ത ഒരു ആസിഡാണ്. കമ്പാരിറ്റീവ്ലി ഹൈ വിസ്കോസിറ്റിയാണ്, ഹൈലി കൊറോസീവ്, എല്ലാം നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. ഡിസോൾവ്സ് ഇൻ വാട്ടർ, നന്നായിട്ട് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു ആസിഡാണ്. നിറമില്ലാത്ത ഹൈ ഡെൻസിറ്റിയുള്ള ഹൈ കൊറോസീവ് ആയിട്ടുള്ള ഹൈലി സോലബിൾ ഇൻ വാട്ടർ ആയിട്ടുള്ള ഒരു ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഇതാണ് അതിൻ്റെ പുറമേയുള്ള അതിൻ്റെ സ്വഭാവങ്ങൾ. ഇനി അതിൻ്റെ രാസഗുണങ്ങൾ, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തെന്നൊക്കെ നോക്കാം. അതായത് അതിനുവേണ്ടി ഒരു എക്സ്പെരിമെൻ്റ് പറയും. ടേക്ക് 5 ml വാട്ടറിനെ ടെസ്റ്റ് ട്യൂബിൽ ഒരു 5 ml വാട്ടർ എടുത്തതിന് ശേഷം സ്ലോലി ആഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു ഇറ്റ്. ടച്ച് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, വാട്ട് യു ഫീൽ? ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് അല്പം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തിട്ട് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ചുവട്ടിൽ തൊട്ട് നോക്കിയാൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്കവിടെ ചൂട് അനുഭവപ്പെടും. വി ഫീൽ ഹോട്ട്. ഇവിടെ അവിടെ ചൂട് അനുഭവപ്പെടും. അതിൻ്റെ ഫലം എന്താണ്? ആസിഡും വാട്ടറുമായിട്ടുള്ള പ്രവർത്തനം, ജലവുമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു താപമോചക പ്രവർത്തനമാണ്. ധാരാളം താപം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ റിയാക്ഷൻ ഈസ് എക്സോതെർമിക് ഓർ എൻഡോതെർമിക്? ഇത് താപമോചക പ്രവർത്തനമാണോ താപാകിരണ പ്രവർത്തനമാണോ? എന്തെന്ന് എഴുതും? താപമോചക പ്രവർത്തനം, എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് വൈൽ ഡൈല്യൂട്ടിങ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ഉണ്ട്, ഡൈല്യൂട്ടും ഉണ്ട്. ഡൈല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ വാട്ടർ ആഡ് ചെയ്യുക, വെള്ളം ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ദ ആസിഡ് ഷുഡ് ബി ആഡഡ് ടു ദ വാട്ടർ ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ്, സ്റ്റിറിങ് ഇറ്റ്. നമ്മൾ ആസിഡിൽ വെള്ളം ഒഴിക്കുകയല്ല ചെയ്യണത്, വെള്ളത്തിൽ വേണം ആസിഡ് ഒഴിക്കാനുള്ളത്. അപ്പോൾ ഈ വാട്ടർ ഈസ് ആഡഡ് ടു ദ ആസിഡ്, ഇറ്റ് വിൽ റിസൾട്ട് ഇൻ സ്പേർട്ടിങ് ആൻഡ് മേ കോസ് ബേൺസ്. നമ്മൾ ആസിഡിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് 4 ഭാഗത്തും ചിതറിത്തെറിച്ച്, അതാണ് സ്പേർട്ടിങ് എന്ന് പറയുന്നത്. റിസൾട്ടിങ് സ്പേർട്ടിങ് ആൻഡ് മേ കോസ് ബേൺസ്, പൊള്ളലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. as the reaction is highly exothermic. അത് വളരെ എക്സോതെർമിക് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. ഇപ്പം അങ്ങനെ ചോദിക്കും, ആസിഡ് ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആസിഡിൽ വാട്ടർ ആഡ് ചെയ്യാതെ വാട്ടറിൽ ആസിഡ് ആഡ് ചെയ്ത് തന്നെ ഡൈല്യൂട്ട് ചെയ്യിപ്പിക്കുന്നത്? നേരിട്ട് ആസിഡിൽ ജലം ചേർക്കാതെ ജലത്തിൽ ആസിഡ് ചേർത്ത് എന്തിനാണ് അതിനെ നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ആൻസർ എഴുതും? റിയാക്ഷൻ ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ആസിഡ് ഈസ് ആൻ ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ. ജലവും ആസിഡുമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു താപമോചക പ്രവർത്തനമാണ്. അപ്പോൾ ഇഫ് വാട്ടർ ഈസ് ആഡഡ് ടു ദ ആസിഡിൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ സ്പേർട്ടിങ് ആൻഡ് മേ കോസ് ബേൺസ്. ഇത് 4 ഭാഗത്തും ചേർത്തെറിച്ച് പൊള്ളലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ഡൈല്യൂട്ടിങ് ആസിഡ് ഈസ് ആഡഡ് ടു ദ വാട്ടർ. ഇനി അടുത്തത് അതിൻ്റെ വേറൊരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇതെന്താണ്? ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ എന്ന് പറയും. നിർജ്ജലീകരണ സ്വഭാവം എന്ന് മലയാളത്തിൽ പറയും. നിർജ്ജലീകരണം, ഡീഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി, നിർജ്ജലീകരണ സ്വഭാവം. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒരു സ്വഭാവമാണ് അതിൻ്റെ നിർജ്ജലീകരണ സ്വഭാവം. എന്താണ് ഡീഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി?
അതിനുവേണ്ടി take some sugar in a watch glass and add few drops of concentrated sulfuric acid. ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അല്പം ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ ചേഞ്ചസ് നോക്കുക. എന്തായിരിക്കും? പഞ്ചസാരയിൽ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ കെമിക്കൽ ഫോമിൽ പഠിച്ചിട്ടുള്ളതാണ്. C12H22O11, C12 H22 O11. അപ്പോൾ അതിലെന്തോന്നൊക്കെയാണ് പിന്നെ കമ്പോണന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത്? കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ്. അപ്പോൾ ഇതിൽ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ചൂടാക്കുമ്പോഴുള്ള അതേ എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. അതായത് നമ്മൾ പഞ്ചസാര ചൂടാക്കുമ്പോൾ കാർബണും ഹൈഡ്രജനും ഉണ്ടാവുമെന്ന് പഠിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോഴിവിടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആ വാച്ച് ഗ്ലാസ്സിൽ റിമെയിൻ ചെയ്യണത് കാർബൺ ആയിരിക്കും, കരിയായിരിക്കും. അവിടെ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. C12H22O11. ആരോ മാർക്കിൻ്റെ മുകളിൽ ഹീറ്റ് അല്ല, ഇവിടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ് ആഡ് ചെയ്യണത്. അപ്പോഴവിടെ 12C+11H2O, 12 കാർബൺ മോളിക്യൂളും 11 വാട്ടർ മോളിക്യൂളും ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഇക്വേഷൻ. കാർബണും വാട്ടറും ഉണ്ടാകുന്നത്. അപ്പോൾ വാട്ടർ ദ കോൺസ്റ്റന്റ് എലമെന്റ്സ് ഓഫ് ഷുഗർ. ഷുഗറിലെ കമ്പോണന്റ് മൂലകം, അതായത് ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിലെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അതാണ് ഷുഗറിലെ കമ്പോണന്റ് എലമെന്റ്. വിച്ച് ഈസ് ദ ബ്ലാക്ക് സബ്സ്റ്റൻസ് ഇൻ ദ പ്രോഡക്റ്റ് ഫോംഡ്. ആ പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന ഒരു കറുത്ത പദാർത്ഥം ഏതായിരിക്കും? ഡീകമ്പോസ് ഉണ്ടാകുന്ന കാർബൺ ആണ് അവിടെ അവശേഷിക്കുന്ന ബ്ലാക്ക് സബ്സ്റ്റൻസ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ഷുഗർ? ഷുഗറിൽ ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ റേഷ്യോ എത്രയാണ്? 12:11. അതായത് 2:1. 11 ഓക്സിജനും 12. അപ്പോൾ 2:1 അതിൻ്റെ അനുപാതം. ഹൈഡ്രജൻ ഓക്സിജനും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 2:1. അത് വാട്ടറിൻ്റെ അനുപാതം തന്നെ. ജലം H2O എന്നല്ലേ നമ്മൾ എഴുതണം. അപ്പോൾ 2:1. അത് തന്നെയാണ് ഷുഗറിലും. അപ്പോൾ വിച്ച് ഈസ് ദ സബ്സ്റ്റൻസ് ദാറ്റ് അബ്സോർബ്ഡ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഫ്രം ഷുഗർ ഇൻ ദ റേഷ്യോ ആസ് ഇൻ വാട്ടർ. ഇപ്പോൾ ഈ ഷുഗറിലുള്ള ഹൈഡ്രജനെയും ഓക്സിജനെയും വാട്ടറിൻ്റെ രൂപത്തിൽ, ആ പ്രോഡക്റ്റിൻ്റെ സൈഡിൽ കണ്ടോ വാട്ടർ ഉണ്ടായി, വാട്ടറിൻ്റെ രൂപത്തിൽ മാറ്റിയതിവിടെ ആരാണ്? നമ്മൾ എന്ത് ചേർത്തപ്പോഴാണ് പിന്നെ വാട്ടർ ഉണ്ടായത്? ആ സൾഫ്യൂരിക് ആസിഡാണ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡാണ് ആ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും വാട്ടറിൻ്റെ രൂപത്തിൽ ഇവിടെ റിമൂവ് ചെയ്തിരിക്കുന്നത്. ആ പ്രോപ്പർട്ടിയാണ് ഡീഹൈഡ്രേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, നിർജ്ജീവീകരണ സ്വഭാവം എന്ന് പറയുന്നത്. എന്താണ് ഡീഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഹാസ് ദ എബിലിറ്റി ടു അബ്സോർബ് chemically combined water or hydrogen and oxygen from substances in the ratio corresponding to that of water. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു സ്വഭാവമാണ് മറ്റുള്ള സബ്സ്റ്റൻസിൽ കെമിക്കലി കമ്പൈൻഡ്, രാസപരമായി സംയോജിച്ചിരിക്കുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിൻ്റെ രൂപത്തിൽ മാറ്റിയെടുക്കാനുള്ള കഴിവ് സൾഫ്യൂരിക് ആസിഡിനുണ്ട്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഡീഹൈഡ്രേഷൻ. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഈ സ്വഭാവത്തിനെയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് എ സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറയും. അപ്പോൾ ഗാഢ സൾഫ്യൂരിക് ആസിഡിനെ ഒരു ശക്തിയേറിയ നിർജ്ജലീകാരകമായി കണക്കാക്കുന്നു. നിർജ്ജലീകാരകം എന്നാണ് പറയുന്നത്, ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. വാട്ട് ഈസ് ഡീഹൈഡ്രേഷൻ? അപ്പോൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഹാസ് ദ എബിലിറ്റി ടു അബ്സോർബ് കെമിക്കലി കമ്പൈൻഡ് വാട്ടർ ഓർ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ present in other substance in the ratio corresponding to that of water. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ഗാഢ സൾഫ്യൂരിക് ആസിഡിന് മറ്റ് പദാർത്ഥങ്ങളിൽ രാസപരമായി സംയോജിച്ചിരിക്കുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിൻ്റെ രൂപത്തിൽ അബ്സോർബ് ചെയ്ത് മാറ്റാനുള്ള കഴിവുണ്ട്. ഇതിനെയാണ് നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്.